ഗവൺമെൻറ് പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അത്യുഗ്രനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഡ് പോലെ മോഹൻലാലിനോടൊപ്പം ഇരുന്നൊരു വീഡിയോ എടുത്തതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത മന്ത്രിസഭ വന്നപ്പോൾ രമേശ് ചെന്നിത്തല തൂഫാൻ സൂപ്പറായിരിക്കും, തൂഫാന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, മറ്റേ ചെയ്യാം, മറിച്ച് എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാൽ അവിടെ വന്നിരുന്ന് അഭിനയിക്കുക. ഇതിപ്പോൾ ഏത് ചന്തയ്ക്ക് വിളിച്ചാലും പോകുന്ന ഒരാളായതുകൊണ്ട് വന്നിരുന്നതൊക്കെ കാണിക്കുന്നത് ഇയാൾ ആരാ ശരിക്കും? ഇയാളുടെ ഇതിന് ആവശ്യം എന്താ ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ മോഹൻലാൽ ശരിക്കും ഈ നടൻ എന്നുള്ള രീതിയിൽ നടനായിട്ടങ്ങ് ഇരുന്നാൽ മതി. ഇയാൾ അതിനപ്പുറത്തോട്ട് വേറെ താണ്ടാന്നൊക്കെ ഉള്ള പോലെ എന്തൊക്കെയോ പറഞ്ഞ് ഇവർ ഈ നാട്ടിലുള്ള ഇവരുടെ ബോധമാണല്ലോ. ഓൾട്ടർ യുഗമാണ് ഇത് മറ്റേ പിണറായി വിജയൻ പറഞ്ഞ മലയാളികളുടെ ഓൾട്ടർ യുഗമാണ് മോഹൻലാൽ. വേണം അതിന് കിട്ടി. ഇനി ഇയാളുണ്ടാക്കാൻ പോവാ രമേശ് ചെന്നിത്തല. ഇതിനൊക്കെ ഇയാളെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇവിടുത്തെ എന്താ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ച് വെള്ളം അടിപ്പിക്കുന്ന പരിപാടിയും ഏറ്റവും കൂടുതൽ വെള്ളമടി സീൻ കാണിച്ചിട്ടുള്ള മോഹൻലാലാണ്. ഇങ്ങനെ കുറെ കള്ളുടിയന്മാരെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കഞ്ചാവിന്റെ പുറത്ത് കയറിയിട്ട് കഞ്ചാവടിക്കാരെ കൂട്ടും ഇയാള്. ഇത് കഞ്ചാവടിക്കാരെ കൂട്ടാനാണല്ലോ ഇതിങ്ങനെ പൊക്കി പറഞ്ഞോണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നല്ലോ. അതിപ്പോ ഇതിനകത്ത് വേറെന്താ കാര്യം? അല്ല, ഇവരെന്ത് ഉദ്ദേശിക്കുന്നത്? ഇത് ഇവന്മാർ ഇവിടെ ഏണ്ടൊക്കെ കാട്ടിക്കൂട്ടി കുറെ ആൾക്കാരെ കേസിൽ പ്രതിയാക്കുന്നു. എന്താ ഇവിടെ ഇവര് കേസിൽ പ്രതിയാക്കുന്നവരെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഇതിനകത്ത് പെടുന്നവര്. ഈ പെടുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയായി. ഇവരൊക്കെ പാവങ്ങളാ. അതന്നെ, സാധാരണക്കാര്, പാവം മനുഷ്യര്. രമേശ് ചെന്നിത്തല എന്തോ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ കാണാൻ പോകുന്നത് തൂഫാൻ എന്നൊക്കെ പേരിട്ടിട്ട് ഡ്രഗ് ലോഡ്സിനെ പിടിക്കുന്നതായിരിക്കും. അതെ, കുറെ കഞ്ചാവ് തോട്ടങ്ങൾ സ്റ്റേറ്റ് വിട്ട് അപ്പുറത്ത് കത്തിക്കുന്നതായിരിക്കും. അതെ, നല്ല കളി. നാണയില്ല ഇതൊക്കെ പറഞ്ഞ ആളെ പറ്റിക്കാൻ. അതായത് ഈ സ്റ്റേറ്റ് വിട്ട് പുറത്തു പോയി ഒന്നും ചെയ്യാൻ എന്താണ് കേരള പോലീസ് വരത്തില്ല. ഇതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വലിയ നിർബന്ധമില്ല അവർക്ക്. ആ സ്റ്റേറ്റിനെ നിർബന്ധമില്ല കഞ്ചാവ് ഇത്ര വലിയ ഭീകരമായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന്. ആർക്കുമില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ സ്ഥലത്തും ഈ സാധനം ഇത്ര മദ്യവും കഞ്ചാവും ഇത് ഭയങ്കര പണ്ട് കള്ളാന്ന് കള്ളും കഞ്ചാവും കള്ളു കുടിച്ചങ്ങ് നശിക്കുവാന്ന് ഇവിടെ ഉള്ളവര്. തമിഴ്നാട്ടിലൊക്കെ ലിക്കർ ഷോപ്പിന്റെ കളി കണ്ടു കഴിഞ്ഞാലോ പേടിയാവും. നിരത്തി പിടിച്ചു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അവിടെ ഉള്ളവർക്ക് ആർക്കും ഇത്രയും പ്രശ്നമില്ല. ആ സ്റ്റേറ്റ് ഒക്കെ ബെറ്ററുവാ. സമാധാനം വരെ കൂടുതലാണെന്ന് സംശയമുണ്ട്. സംശയമൊന്നുമല്ല, സമാധാനം കൂടുതലായിരിക്കും. ബാംഗ്ലൂർ സിറ്റിയിൽ ഇന്ത്യയിലുള്ളവർ മൊത്തം വന്ന് താമസിക്കുന്നുണ്ട്. അവിടെ എന്തിനാ ഇഷ്ടം പോലെ ഇത് കിട്ടുന്നുണ്ട്, മദ്യം കിട്ടുന്നുണ്ട്, പബ്ബുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് എന്തായിരിക്കും അവിടെ പ്രശ്നമില്ലാതെ? അവിടെ പ്രശ്നമില്ലാത്തതുകൊണ്ടുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ നിലവാരത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് ഈ ഔട്ട്സ്കേർട്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞാലേ, ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് പുറത്ത് അങ്ങ് മാറിക്കഴിഞ്ഞാലേ കഥ വേറെയാണ്. ആളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി കൊന്നൊക്കെ വെക്കുന്നുണ്ട് കുഴിയിൽ. അതൊക്കെ നടക്കുന്നുണ്ട് അവിടെ. സിറ്റി ലിമിറ്റ്സിൽ പരിപാടി കുറച്ചുകൂടി ബോധമുള്ള മനുഷ്യർ, കള്ളം കുടിക്കാൻ അറിയാവുന്നവരും കഞ്ചാവ് വലിക്കാൻ അറിയാവുന്നവരും മറ്റു പരിപാടികളൊക്കെ അറിയാവുന്നവരായിരിക്കും, ഇച്ചിരി വെളിവുള്ളവരായിരിക്കും അവിടെ പരിപാടി വരുന്നത്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ എല്ലാ വാണങ്ങളും കൂടി ഇറങ്ങി. ഇവിടെ തനിക്ക് ഓർമ്മയുണ്ട്, ഒരു കാലഘട്ടത്തിൽ ഇവിടെ കഞ്ചാവ് വലിക്കാരില്ലായിരുന്നു. അങ്ങനെ ഞാനൊക്കെ ചെറുപ്പത്തിൽ വലിക്കുന്ന സമയത്ത് ഇവിടെ ആരും ഇല്ല. കഞ്ചാവൊക്കെ വലിക്കുന്നു, പുറത്ത് പറയാൻ പറ്റില്ലായിരുന്നു. പുറത്ത് പറഞ്ഞാൽ നമുക്ക് പ്രാന്താന്ന് പറയും. ഇത് വലിച്ചു പോയി അവൻ പോയി എന്ന് പറയും. അതുകൊണ്ട് ഇത് പുറത്ത് പറയത്തില്ലായിരുന്നു നമ്മള്. അങ്ങനത്തെ ഒരു കഞ്ചാവ് എല്ലാം കൂടി എടുത്ത് വേറെ നാണ്ടാക്കി. ഇതിപ്പോ തൂഫാൻ എന്ന് പറഞ്ഞോണ്ട് ഇതിനു മുമ്പ് ഇതിനേക്കോ വലിയ റീഡ് വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. അവരിറങ്ങുന്ന ഇത് കാണിച്ചാൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചേ, എന്നിട്ട് നടന്നില്ല. അപ്പോൾ രമേശ് ചെന്നിത്തല അത് പിടിച്ചേക്കുക, ഇവിടെ എല്ലാം ഇപ്പൊ ശരിയാക്കുമെന്നും പറഞ്ഞോണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇത്രയും നാൾ ഇതെല്ലാം കടന്നു വന്നത് ബോർഡർ കടന്നാ വന്നേക്കുന്നത്, അല്ലാതെ കേരളത്തിനകത്ത് കൃഷി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. അപ്പൊ ഇത് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് ആർക്കായിരിക്കും ഈ കൈക്കൂലി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ഇപ്പുറത്ത് കിടക്കുന്നത്? ഇവിടെ വന്നു കഴിഞ്ഞുള്ള ഈ ലോക്കൽ പെഡ്ലേഴ്സിനെ മാത്രം പിടിച്ചുള്ള അഭ്യാസമല്ലേ ഇവർ കാണിച്ചിട്ടുള്ളൂ ഇതുവരെ. അല്ലാതെ കോടികളുടെ ബിസിനസ്സാണ്. ഒരുപാട് കോടിയുടെ കണക്ക് പറയും. പക്ഷേ ഈ കോടി ഈ 100 പേരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയ ആളെ ഇതുവരെ ഇവരുടെ കിട്ടിയിട്ടില്ല. ഈ 100 കോടിയും കൊണ്ട് വന്നവനെ, 100 രൂപയുടെ സാധനം കൊടുത്തവനെ കിട്ടിയിട്ടില്ലെന്ന്. അതെങ്ങനെയാ പറ്റുന്നത്? ഇവിടെ ചുമ്മാ ലൊടുക്ക് പിള്ളേർ 10,000 രൂപയ്ക്ക് കഞ്ചാവ് മേടിച്ചോ MD മേടിച്ചാണ്ട് വിറ്റവനൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് ഒരു കണക്കങ്ങ് പറയും, ഇത്ര കോടിയുടെ സാധനം പിടിച്ചു, അത്ര കോടിയുടെ ഇത് പിടിച്ചു. ഇതുണ്ടാക്കി വിട്ട് അവനെ പിടിച്ചിട്ടില്ലെന്ന്. അവൻ അവിടെ അടുത്ത ദിവസം തന്നെ അടുത്ത 10,000 കോടിയുടെ സാധനം ഇറക്കി വിടും. ഇത് പോയാൽ എന്തോ അടുത്ത തോട്ടം വെട്ടാൻ പറയും. അവിടെ വേറെ റിക്രൂട്ട്മെന്റിന് പിള്ളേർ ഇഷ്ടം പോലെ. കാരണം ഇത് ഇവിടെ ഈ പോപ്പുലേഷനും കൂടുതലാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരുടെ എണ്ണം കൂടുതലാണ്, തൊഴിലില്ലായ്മ ഉള്ളതുകൊണ്ട്, ഈ വിദ്യാഭ്യാസ കുറവും ഇതിനെ പറ്റിയുള്ള അറിവ് കുറവും എല്ലാം ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ കിട്ടും ഈ പണി ചെയ്യാൻ. ജയിലിൽ നിറയുമെന്നേ ഉള്ളൂ. അല്ല പിന്നെ ബോർഡറിൽ ഈ സെക്യൂരിറ്റി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. ഇതിനപ്പുറത്തോട്ട് വരാൻ പാടില്ല, അല്ലേ? അത്ര ഇപ്പോൾ പറയാനുള്ളൂ. തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു. ബൈ, ഗുഡ് ബൈ.